അപ്പോൾ കഴിച്ച് നമ്മൾ പിള്ളേരോട് അസംബ്ലിക്ക് വേണ്ടി പോവാണ്. സംഭവം പിള്ളേർ വളരെ കുറവാണെന്ന് തോന്നുന്നത്. കാരണം അടുത്ത ആഴ്ച ആയിട്ടൊക്കെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വരുള്ളൂ. വയനാടൊക്കെ മഴയാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള സ്ഥലങ്ങളിലുള്ള പിള്ളേരൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കാൻ പറഞ്ഞത്. എന്തായാലും കുറച്ച് പിള്ളേരുണ്ട്. നമുക്ക് അസംബ്ലിയിൽ പോയിട്ട് പിള്ളേരെ കാണാം. തേങ്ങയുടെ പണ്ടത്തെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയിരുന്നു തേങ്ങ. തേങ്ങയുടെ ഹോസ്റ്റലാണ്. ഇതാ ഈ ബിൽഡിംഗ് തേങ്ങയുടെ ഹോസ്റ്റലായിരുന്നു. അവിടെ പിള്ളേർ അസംബ്ലി ഹാളുണ്ട്. നമുക്ക് വെറുതെ അസംബ്ലി ഹാളിൽ പോയിട്ടാ. അപ്പോൾ കഴിച്ച് നമ്മൾ ഓഫറേജിൽ ഇറങ്ങിയത് വെള്ളനാട് ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ് കയറി നെടുമങ്ങാട് പോയിട്ട് വേണം വീട്ടിലേക്ക് അടുത്ത ബസ് കയറി പോകാനായിട്ട്. നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. വീട്ടിലെത്തിയപ്പോഴേക്കും മഴയൊക്കെ ആയിരുന്നു. ഡ്രസ്സൊക്കെ നനഞ്ഞതേ എല്ലാം. അതെ, ഇനി ഇരിക്കുന്ന സ്ഥലം ഇവിടെ സ്ഥലമില്ല. ആവശ്യം എന്തായാലും മഴയത്ത് നടക്കട്ടെ, വേറെ വഴിയില്ല. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പിടിച്ചാൽ വന്നത്. ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ആയി പോയി അല്ലേ. ഓടിച്ചടി വന്നെത്തിയ സമയം കൊണ്ട് മഴ കൂടിപ്പോയി. നനഞ്ഞ ഡ്രസ്സൊക്കെ നല്ല സേഫായിട്ട് എത്തിയിരുന്നെങ്കിൽ മഴ ഡ്രസ്സൊക്കെ എടുത്ത് വരായിരുന്നു. ഇതേ മാത്രമായിരുന്നു. അത് അത്രയും നനവുണ്ടായിരുന്നില്ല. ഇപ്പോൾ നനച്ച് പിന്നെയായി. മഴ പെയ്തിട്ടാണെങ്കിൽ അലക്കിയ ഡ്രസ്സൊക്കെ നനഞ്ഞു. ഇപ്പോഴാണ് ചെറിയൊരു വെളിച്ചം പോലെ വെയിലടിക്കുന്നുണ്ട്. അതാണ് മഴ വലുതായിട്ട് പെയ്യാതെ ചെറുതായിട്ട് പെയ്ത് അങ്ങൊക്കെ നനച്ചിട്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മള് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി എന്തായാലും നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഇനി രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ബുക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഷാജി ചേട്ടൻ ഓഫനേജിലെ 2 കുട്ടികളുടെ ഫുൾ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. പഠിപ്പ്, ഹോസ്പിറ്റല് എല്ലാം കൂടി. അതെ, അവിടെ നമ്മൾ അവരുടെ ഓണറുമായിട്ട് പരിചയപ്പെടുത്തി വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. പുള്ളിയായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് നമുക്കൊന്ന് മെസ്സേജ് ചെയ്യാം. 100 പിള്ളേരെ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ആവും. അതാണ്. അപ്പൊ അതിമാത്രം ബുദ്ധിമുട്ടുള്ള പോകുന്നത്. കാരണം ടീച്ചേഴ്സൊന്നും കിട്ടാനില്ല. ടീച്ചേഴ്സിനെ കിട്ടാനില്ല സത്യം. അവിടെ മ്യൂസിക് ടീച്ചേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ആർട്ടിന് ടീച്ചർ ഇല്ല, അങ്ങനെയൊക്കെ ഡാൻസ് ടീച്ചർ. അവിടെ സാലറി കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. വലിയ വരുമാനമൊന്നും ഇല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു പകുതി സോഷ്യൽ സർവീസ് എന്നൊക്കെ പറയൂല, അതുപോലെ നമ്മൾ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോകാം. ഒന്ന് അവർക്ക് ഒരു ഹെൽപ്പാവും, നിങ്ങൾക്കും ഒരു വർക്കാവും. അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ പോകാം.